പൊട്ടി ഇപ്പം പൊട്ടും. അയ്യോ ചമ്മി അത്രയെങ്കിലും ഇത്രയില്ലേ? ഞാൻ എന്താ ഇങ്ങനെ പൊട്ടിയിരിക്കണേ? അടിപൊളി ഒരു ചമ്മന്തി ആക്കാൻ പോകും. എന്താ ചമ്മന്തി? തേങ്ങാ ചമ്മന്തി ആണെങ്കിലും അതിലൊരു വെറൈറ്റി ഉണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട ചോറിന്. അതെ. അപ്പൊ അച്ഛൻ എന്താ നുറുക്കിക്കൊണ്ടിരിക്കുന്നു? ഉപ്പേരി, വളരെ സിമ്പിൾ ഉപ്പേരി. പിന്നെ ഒരു കഥയും കൂടി ഉണ്ട്, വഴിയെ കാണിച്ചു തരാം. എന്തൊക്കെ വെറൈറ്റി ആണ്? വെറൈറ്റി അല്ല, എല്ലാം തട്ടിക്കൂട്ടാണ് എല്ലാം കൊണ്ട്. അതെ, ഈ തട്ടിക്കൂട്ട് കറിക്ക് ഒരു ടേസ്റ്റ് വേറെയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തട്ടിക്കൂട്ടി കറികളൊക്കെ ഉണ്ടാക്കുക എങ്ങനെയാണ്? ഈ ചമ്മന്തി ഫസ്റ്റ് ചമ്മന്തി അവർക്കൊക്കെ നോക്കിയിട്ട് ഞാൻ തേങ്ങ ചരക്കും. അപ്പോഴേക്കും നമുക്ക് ചമ്മന്തിക്കുള്ള സംഭവങ്ങൾ നോക്കാം. തേങ്ങ ചരക്കല്ലേ? സൂപ്പർ ചമ്മന്തി. എത്ര വെച്ചാലും മതിയാവില്ല. എല്ലെങ്കിലും ചമ്മന്തിനോട് മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടം കൂടുതലല്ലേ? കഴിഞ്ഞു. അമ്മ ഭയങ്കര ഫാസ്റ്റാണ്. 1 മിനിറ്റ് മതി ഒരു തേങ്ങ ചിരകാരം മുറി. നമ്മളെന്താ ചെയ്യണേ? ചട്ടിയൊന്ന് വെച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചു. തേങ്ങ ചമ്മന്തിയിൽ എന്തിനാ പപ്പടത്തിന്? പപ്പട ചമ്മന്തി. പപ്പടം പൊട്ടിച്ചിട്ട് വറുക്കണം. പൊട്ടിച്ചിട്ട് വറുക്കണം. അതിലതിൻ്റെ ശരി. ഒരു 6 പപ്പടം എടുത്തിട്ട് വറുത്ത് വരട്ടെ അല്ലേ? ലാസ്റ്റ് റൗണ്ടും 6 പപ്പടം നമ്മൾ കോരിയെടുത്തു. ഇതിലേക്ക് ഇത്ര എണ്ണ വേണ്ട, ഇതിലേക്ക് മാറ്റാം. കുറച്ചൊന്നും മാറ്റിയിരിക്കുന്നുണ്ടോ? ഇതിലേക്ക് എന്താ വേണ്ടത്? ചെറിയ ഉള്ളി 5 പപ്പടം, ഒരു പൊടി ചുമന്നുള്ളി ഒരു പൊടി, 4 പച്ചമുളക് മുഴുവൻ, 2 കറിവേപ്പില, പുളി, ഓഫ് ചെയ്യട്ടാ. ഓഫ് ചെയ്തിട്ട് ഒരു മുറി തേങ്ങ, ചെറിയൊരു മുറി ഇട്ടാണ്, ഒരു പിടി തേങ്ങ കൂടിയിട്ട് ഇതും ഈ പപ്പടത്തിൽ ഉപ്പുണ്ട്, കുറച്ചുപ്പ്, അപ്പം ഒരു പിടി തേങ്ങ ഈ എല്ലാം ഇതും കൂടിയിട്ട് ഒരു പൊട്ട് ഉപ്പും പപ്പടം കൂടിയിട്ട് അരച്ചിട്ട് വരാം. അരച്ചിട്ട് നല്ലോണം പപ്പടം ഒന്ന് പൊടിച്ചിട്ട് അരയ്ക്കാം. പൊടിക്കട്ടെ. പപ്പടം പൊടിക്കാൻ എന്താ സുഖം അല്ലേ? അരച്ചിട്ട് ഓക്കെ, അരക്കട്ടെ അല്ലേ?
ഇതൊന്ന് അരച്ചിട്ട് വരാം. Okay. എല്ലാം കൂടി അരച്ച അടിപൊളി ചമ്മന്തി കിട്ടും. ഇതെന്താ ഉപ്പാ കുറച്ച് ഉപ്പ് കൊടുക്കട്ടോ. റേഷനരിയാണേ. റേഷനരിയാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഊറ്റാ. ഉപ്പിട്ടിട്ട് ഊറ്റി ഓട്ടില്ല. ശരി. കല്ലുപ്പാണ് വേണ്ട, കല്ലുപ്പില്ല. ശരി. ചോറ് വന്നിട്ടല്ലേ, ചോറ് എന്ത് പറഞ്ഞു. ഇന്നത്തെയും പോലെ ഒന്നും ചോറുമില്ല. ചോറ് വന്നപ്പോഴേ അടുപ്പ് കത്തുണ്ട്, ഇവിടെ തന്നെ വെക്കാറുണ്ട്. അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒരു സുഖം. കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടോ. ഓക്കെ. തക്കാളി കറി വളരെ സിമ്പിൾ. നമുക്ക് തട്ടിക്കൂട്ട് കറിയാണ്. സമയമില്ല, സമയമില്ല, പച്ചക്കറിയില്ല. ഇനി കുറച്ച് കടുക്. വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ. കറിവേപ്പില, കറിവേപ്പില. 4-5 തക്കാളി ഉണ്ട്, ഒരു 4-5 പച്ചമുളക്. പച്ച ഉപ്പേരിക്ക് ഇവിടെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുന്നു. നമ്മടെ കൂട്ടാൻ വെച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇട്ട് കൊടുക്കാം അല്ലേ? മഞ്ഞപ്പൊടി, സാധാരണ ഒരു മുളക് പൊടി ഇട്ടോ. ഇതെന്താവണം? കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. വെളിയിലേക്ക് നല്ല വെളിച്ചം. വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിച്ചു കൊടുത്തു. സിമ്പിൾ കറി റെഡിയായ. സിമ്പിൾ കറി അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ. തക്കാളി കറിയൊക്കെ വെന്തു കൂട്ടാം. സിമ്പിൾ കറിയാണത്. ചൂട് ഞാൻ ഉപ്പേരിയൊന്ന് വെച്ചെടുക്കട്ടോ. ചൂടാവട്ടെ അല്ലേ? ചട്ടിയും ചൂടാവും. വെളിച്ചെണ്ണ ഒഴിക്കുക. ഉപ്പേരി വെക്കട്ടെ, അരയ്ക്കാം. സൗണ്ടേ ഇല്ലേ അല്ലേ? സൗണ്ട് അവിടെ റമ്മിൻ്റെ കറി ഇട്ട് കൊടുത്താൽ ഒക്കെ തട്ടിക്കൂട്ടി കറിയും പൊട്ടിത്തെറിച്ചോണ്ടിരിക്കും. സവാള ഒരു 3 സവാളയും 3 പച്ചമുളകും. ചെറിയ ഉള്ളിയൊന്നും ഇല്ല. കഴിഞ്ഞു. കറിവേപ്പില. അവരൊക്കെ മുറിച്ച് കൈ ചൂടുണ്ടാട്ടാ. ശരിക്കും പറയുകയാണെങ്കിൽ നാടൻ അവർക്ക് എനിക്ക് 4 കഷ്ണം മുറിച്ചിടുള്ളൂ. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ വെക്കില്ലേ, അതൊക്കെ വെറുതെ 2 നാരും കളഞ്ഞിട്ട് 4 കഷ്ണം 2 കഷ്ണം 3 കഷ്ണം ഒറ്റ മുറി വെള്ളം വേവിച്ചും കൊണ്ട് നോണും ഇത് നടുപൊളിച്ചിട്ട് നോക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. സാധനം വന്നിട്ടില്ല അല്ലേ? ഉപ്പേരി ഉപ്പ് ഡ്രമ്മ് വർക്ക് ചെയ്യാൻ ഡ്രമ്മ് തിരക്കിൻ്റെ പാത്രി അങ്ങനെ ഓക്കെ. ചോറന്നാ വിശക്കണു. ഓക്കെ ഓക്കെ. തക്കാളി ചാറ് ഇട്ടാ. പച്ചമുളക് തന്നെ അവൾക്ക് ഇഷ്ടമില്ല. പച്ചമുളക് തന്നെ ആദ്യം പോകും. നീ കഴിക്കേ, സമയമായി. അവർക്ക് ചമ്മന്തി കൊടുക്ക്, അവളുടെ പപ്പട ചമ്മന്തി. വെറൈറ്റി ചമ്മന്തിയാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ. ചൂട് ചോറിൻ്റെ കൂടെ ചമ്മന്തി കഴിക്കാൻ ഈ ചമ്മന്തി മാത്രം മതി. ഉണ്ണിയാട്ടാ അതിൻ്റെ ഇടയിൽ കൂടെ വിറകുകാരം വന്നു, അതാണ് സമയം പോയത്. ലേറ്റായി. ഇന്നിപ്പോൾ കാശ്മീരി ചോറായാലും വേഗം വായിൽ വെച്ചാൽ മതി. അഞ്ഞു നോക്കണം. അങ്ങനെ ചമ്മന്തി ചമ്മന്തി അപ്പടത്തിൻ്റെ ടേസ്റ്റ് വായിൽ വരുന്നില്ലേ? അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് അരച്ച് നോക്കുക. അങ്ങനെ നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ തക്കാളി കറി ഇന്നൊക്കെ കൂടി തട്ടിക്കൂട്ടിയൊരു അതെ തട്ടിക്കൂട്ടി കൂട്ടാനാണ്. ഇങ്ങനെയും പോണ്ടേ, ഒരു ദിവസം കടന്നു പോണ്ടേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് ചോറായി വന്നു.